വിലാത്തി വാർത്തകളിലെ ഗുഡ് മോർണിംഗ് യു കെ എന്ന ഡെയിലി ന്യൂസ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. ഞാൻ അഞ്ജു ഹരികുമാർ. ആദ്യം ഇന്നത്തെ പ്രധാന വാർത്തകൾ. NHSൽ വംശീയാധിക്ഷേപങ്ങൾ പെരുകുന്നു. ആരോഗ്യ പ്രവർത്തകർക്കെതിരെയുള്ള വംശീയ ആക്രമണങ്ങളിൽ കഴിഞ്ഞ 4 വർഷത്തിനിടെ 78% വർധനവുണ്ടായെന്ന് റോയൽ കോളേജ് ഓഫ് നഴ്സിംഗ്. ലിവർപൂളിൽ RCN കോൺഗ്രസിന് തുടക്കം. നഴ്സിംഗിന്റെ മികച്ച ഭാവിക്കായി ഒപ്പമുണ്ടാകുമെന്ന് പ്രസിഡന്റ് ബിജോയ് സെബാസ്റ്റ്യൻ. പ്രവാസികൾക്ക് വൻ ആശ്വാസമായി EOCI കാർഡുകൾ. ഡിജിറ്റൽ സംവിധാനം വരുന്നതോടെ ഇന്ത്യൻ വിമാനത്താവളങ്ങളിൽ മിന്നൽ വേഗത്തിൽ ഇമിഗ്രേഷൻ പൂർത്തിയാക്കാം. കടുത്ത സമ്മർദ്ദങ്ങൾക്കിടയിലും രാജിയില്ലെന്ന് വ്യക്തമാക്കി ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കിയർ സ്റ്റാർമർ. പാർട്ടിയിലെ തർക്കങ്ങൾക്കിടയിലും തന്റെ ചുമതലകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്ന് പ്രഖ്യാപനം. ലേബർ പാർട്ടിയിലെ നേതൃത്വ തർക്കങ്ങൾ സാധാരണക്കാർക്ക് തിരിച്ചടിയാകുന്നു. വിപണിയിലെ അനിശ്ചിതത്വം UKയിലെ ഓരോ കുടുംബത്തിനും 300 പൗണ്ടിന്റെ അധിക ബാധ്യത ഉണ്ടാക്കുമെന്ന് കൺസർവേറ്റീവ് പാർട്ടി. ഗൗതം അദാനിക്കെതിരായ ക്രിമിനൽ കേസുകൾ അവസാനിപ്പിച്ച് അമേരിക്കൻ ഭരണകൂടം. ഡൊണാൾഡ് ട്രംപിന്റെ നടപടി $10 ബില്യൺ നിക്ഷേപ വാഗ്ദാനത്തിന് പിന്നാലെ. പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ ജനങ്ങൾക്ക് നൽകിയ വാക്ക് പാലിച്ച് മുഖ്യമന്ത്രി VD സതീശൻ. മുൻ സർക്കാരിന്റെ കാലത്തെ വിവാദ ഉത്തരവുകളിൽ നിർണായക തിരുത്തലുകൾ. ഇനി വാർത്തകൾ വിശദമായി. NHSലെ വംശീയ ആക്രമണങ്ങളിൽ റോയൽ കോളേജ് ഓഫ് നഴ്സിംഗിന്റെ രൂക്ഷ വിമർശനം. NHSൽ വംശീയത വളരാൻ അനുവദിച്ചതിന് ആരോഗ്യ രംഗത്തെ ഉന്നതരെയും രാഷ്ട്രീയക്കാരെയും രൂക്ഷമായി വിമർശിച്ച് റോയൽ കോളേജ് ഓഫ് നഴ്സിംഗ്. UKയിലുടനീളമുള്ള നഴ്സിംഗ് ജീവനക്കാർക്കെതിരെ കഴിഞ്ഞ 4 വർഷത്തിനിടെ 21,000-ത്തിലധികം വംശീയ അധിക്ഷേപങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടുവെന്നാണ് പുതിയ കണക്കുകൾ. 2022-നും 2025-നും ഇടയിൽ ഇത്തരം സംഭവങ്ങളിൽ 78% വർധനമാണ് ഉണ്ടായിരിക്കുന്നത്. RCNന്റെ വാർഷിക കോൺഗ്രസിന്റെ 2ാം ദിനത്തിലാണ് ഈ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവിട്ടത്. കറുത്ത വർഗ്ഗക്കാരായ നഴ്സുമാർ രോഗികളെ പരിചരിക്കേണ്ടെന്ന് പറയുക, റമദാൻ നോമ്പെടുക്കുന്നവർക്കെതിരെ വംശീയ പരാമർശങ്ങൾ നടത്തുക, ഇന്ത്യൻ വംശജരെ ഇഷ്ടമല്ലെന്ന് മുതിർന്ന സഹപ്രവർത്തകർ പരസ്യമായി പറയുക തുടങ്ങിയ സംഭവങ്ങൾ വ്യാപകമാണ്. 2025-ൽ മാത്രം 6,812 വംശീയ അധിക്ഷേപങ്ങളാണ് NHS ട്രസ്റ്റുകൾ റിപ്പോർട്ട് ചെയ്തത്. അതായത് ഓരോ 77 മിനിറ്റിലും UKയിൽ ഒരു നഴ്സിംഗ് ജീവനക്കാരൻ വംശീയ അധിക്ഷേപത്തിന് ഇരയാകുന്നു. വ്യക്തമായ റിപ്പോർട്ടിംഗ് സംവിധാനങ്ങൾ ഇല്ലാത്തതിനാൽ യഥാർത്ഥ കണക്കുകൾ 40,000-ന് മുകളിലാകാമെന്നും ഇത് വെറും മഞ്ഞുമലയുടെ അറ്റം മാത്രമാണെന്നും RCN ജനറൽ സെക്രട്ടറി പ്രൊഫസർ നിക്കോള റേഞ്ചർ വ്യക്തമാക്കി. ഒക്ടോബറിൽ നിലവിൽ വരുന്ന എംപ്ലോയ്മെന്റ് റൈറ്റ്സ് ആക്ട് പ്രകാരം ഇത്തരം സംഭവങ്ങളിൽ NHS ട്രസ്റ്റുകൾക്ക് കർശന ബാധ്യതയുണ്ടാകുമെന്നും അവർ മുന്നറിയിപ്പ് നൽകി. UKയിലെ നഴ്സിംഗ് സമൂഹത്തിന്റെ ഏറ്റവും വലിയ വാർഷിക സമ്മേളനമായ റോയൽ കോളേജ് ഓഫ് നഴ്സിംഗ് കോൺഗ്രസിന് ലിവർപൂളിൽ ആവേശകരമായ തുടക്കം. സമ്മേളനത്തിന്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ നഴ്സിംഗ് മേഖലയുടെ മികച്ച ഭാവിക്കായി അംഗങ്ങൾക്കൊപ്പം ഉറച്ചു നിൽക്കുമെന്ന് RCN പ്രസിഡന്റ് ബിജോയ് സെബാസ്റ്റ്യൻ പ്രഖ്യാപിച്ചു. നഴ്സിംഗ് സമൂഹത്തിന്റെ കൂട്ടായ്മയുടെ കരുത്താണ് കഴിഞ്ഞ വർഷത്തെ പ്രധാന നേട്ടങ്ങൾക്ക് വഴിയൊരുക്കിയതെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ഇംഗ്ലണ്ടിലെ NHSൽ ബാൻഡ് 5-ലുള്ള എല്ലാ നഴ്സുമാരുടെയും പദവികൾ തൊഴിലുടമകൾ പുനർപരിശോധിക്കുമെന്ന വെസ്റ്റ്മിൻസ്റ്റർ സർക്കാരിന്റെ ഉറപ്പ് ഈ കൂട്ടായ്മയുടെ വലിയൊരു വിജയമാണെന്ന് ബിജോയ് ചൂണ്ടിക്കാട്ടി. നഴ്സിംഗ് ജീവനക്കാർക്ക് പണപ്പെരുപ്പ നിരക്കിനേക്കാൾ ഉയർന്ന വാർഷിക ശമ്പള വർധനവ് എന്നത് ഒരു സ്വാഭാവിക കാര്യമായി മാറണം. എന്നാൽ കേവലം വാർഷിക ശമ്പള വർധനവിന് വേണ്ടി മാത്രമല്ല നമ്മൾ പോരാടേണ്ടത്, മറിച്ച് നമ്മുടെ ശമ്പള ഘടനയുടെ അടിസ്ഥാന തലത്തിൽ തന്നെ അർത്ഥവത്തായ വർധനവ് ഉറപ്പാക്കുകയും അതിലൂടെ ഈ തൊഴിൽ മേഖലയെ ഒന്നാകെ ഉയർത്തുകയുമാണ് ലക്ഷ്യമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. നഴ്സിംഗ് ജോലികളിലെ സങ്കീർണതയും ഉത്തരവാദിത്വവും കണക്കിലെടുത്ത് അർഹമായ വേതനം നൽകണമെന്നും ശമ്പളവുമായി ബന്ധപ്പെട്ട എല്ലാ ചർച്ചകളിലും നഴ്സിംഗ് ജീവനക്കാരെ പങ്കാളികളാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. UKയിലെ ഇൻഡെഫിനിറ്റ് ലീവ് ടു റിമെയിൻ നിയമങ്ങളിൽ വരുത്താൻ ഉദ്ദേശിച്ച മാറ്റങ്ങൾക്കെതിരെ പാർലമെന്റിൽ RCN അംഗങ്ങളെ നയിച്ച് നടത്തിയ പ്രതിഷേധങ്ങളെക്കുറിച്ചും അദ്ദേഹം പരാമർശിച്ചു. ഈ ശക്തമായ പ്രചാരണത്തിന്റെ ഫലമായി കഴിഞ്ഞ നവംബറിൽ NHS നഴ്സുമാരെ ഈ നിയമമാറ്റങ്ങളിൽ നിന്ന് ഒഴിവാക്കാൻ ഹോം ഓഫീസ് തയ്യാറായതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മെയ് 18 തിങ്കളാഴ്ച മുതൽ മെയ് 21 വ്യാഴാഴ്ച വരെയാണ് ലിവർപൂളിൽ RCN കോൺഗ്രസ് നടക്കുന്നത്. നഴ്സിംഗ് മേഖല നേരിടുന്ന വിവിധ പ്രശ്നങ്ങളെ കുറിച്ചുള്ള ചർച്ചകൾ, സംവാദങ്ങൾ, പ്രമുഖരുടെ പ്രഭാഷണങ്ങൾ, വിദ്യാഭ്യാസ വികസന പരിപാടികൾ, പ്രദർശനങ്ങൾ എന്നിവ ഈ സമ്മേളനത്തിന്റെ ഭാഗമായി വരും ദിവസങ്ങളിൽ നടക്കും. പ്രവാസികൾക്കായി ഡിജിറ്റൽ OCI കാർഡുകൾ നിലവിൽ വരുന്നു. വിദേശ പൗരത്വമുള്ള ഇന്ത്യൻ വംശജർക്ക് നൽകി വരുന്ന ഓവർസീസ് സിറ്റിസൺ ഓഫ് ഇന്ത്യ കാർഡ് സംവിധാനത്തിൽ വിപ്ലവകരമായ മാറ്റങ്ങളുമായി കേന്ദ്ര സർക്കാർ. OCI സേവനങ്ങൾ പൂർണ്ണമായും ഡിജിറ്റൽ വൽക്കരിക്കുന്ന ഈ OCI സംവിധാനമാണ് ഈ വർഷത്തെ പുതിയ ഭേദഗതികളുടെ ഭാഗമായി നിലവിൽ വരുന്നത്. സ്മാർട്ട് ഫോണുകളിലെ പ്രത്യേക സുരക്ഷിത ആപ്ലിക്കേഷനുകൾ വഴി ഡിജിറ്റൽ OCI കാർഡുകൾ ഇനി കൈവശം വെക്കാൻ സാധിക്കും. പാസ്പോർട്ട് മാതൃകയിലുള്ള ബുക്ക്ലെറ്റുകൾക്ക് പകരമായാണ് അന്താരാഷ്ട്ര നിയമസാധുതയുള്ള ഈ ഡിജിറ്റൽ രേഖ അവതരിപ്പിക്കുന്നത്.
പുതിയ ഓൺലൈൻ പോർട്ടൽ വഴി അപേക്ഷാ നടപടികൾ പൂർണ്ണമായും പേപ്പർ രഹിതമാക്കിയതിനാൽ രേഖകൾ ഡിജിറ്റലായി മാത്രം അപ്ലോഡ് ചെയ്താൽ മതിയാകും. പുതിയ സംവിധാനത്തിന്റെ ഏറ്റവും വലിയ ആകർഷണം ഇന്ത്യൻ വിമാനത്താവളങ്ങളിൽ ലഭ്യമാകുന്ന അതിവേഗ യാത്രാ ക്ലിയറൻസ് ആണ്. ഫാസ്റ്റ് ട്രാക്ക് ഇമിഗ്രേഷൻ സംവിധാനവുമായി EOCI ബന്ധിപ്പിക്കുന്നതോടെ ബയോമെട്രിക് ഗേറ്റുകൾ വഴി കേവലം 1 മിനിറ്റിനുള്ളിൽ ഇമിഗ്രേഷൻ നടപടികൾ പൂർത്തിയാക്കി പുറത്തുകടക്കാൻ പ്രവാസികൾക്ക് സാധിക്കും. US ഗ്ലോബൽ എൻട്രി മാതൃകയിലുള്ള ഈ സംവിധാനം UK ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെ പ്രവാസികൾക്ക് വലിയ ആശ്വാസമാകും. അതേസമയം നിലവിൽ കൈവശമുള്ള ഫിസിക്കൽ OCI കാർഡുകൾ അസാധുവാകില്ലെന്നും അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. രാജ്യ ആവശ്യങ്ങൾ തള്ളി ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കിയർ സ്റ്റാർമർ. തദ്ദേശ തിരഞ്ഞെടുപ്പിലെ കനത്ത തിരിച്ചടിക്ക് പിന്നാലെ ലേബർ പാർട്ടിയിൽ നിന്ന് തന്നെ രാജ്യ ആവശ്യമുയരുന്ന സാഹചര്യത്തിൽ തന്റെ ചുമതലകളിൽ ഉറച്ചു നിൽക്കുമെന്ന് വ്യക്തമാക്കി ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കിയർ സ്റ്റാർമർ. പ്രധാനമന്ത്രി എന്ന നിലയിൽ രാജ്യത്തെ സേവിക്കുക എന്നതിലാണ് തന്റെ മുഴുവൻ ശ്രദ്ധയെന്നും അദ്ദേഹം ലേബർ പാർട്ടി ആസ്ഥാനത്തെ ജീവനക്കാരോട് പറഞ്ഞു. മെയ് 7 നടന്ന തിരഞ്ഞെടുപ്പിലെ മോശം പ്രകടനത്തെ തുടർന്ന് ലേബർ പാർട്ടിയുടെ 1/4 MP-മാർ അദ്ദേഹത്തിന്റെ രാജി ആവശ്യപ്പെട്ടിരുന്നു. മുൻ ആരോഗ്യമന്ത്രി വെസ്റ്റ് റീറ്റിംഗ്, ഗ്രേറ്റർ മാഞ്ചസ്റ്റർ മേയർ ആൻഡി ബെൻഹാം എന്നിവർ നേതൃസ്ഥാനത്തേക്ക് മത്സരിക്കാൻ തയ്യാറെടുക്കുന്നുവെന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നിട്ടുണ്ട്. ഈ അനിശ്ചിതത്വം സർക്കാരിന്റെ കടമെടുപ്പ് ചെലവുകൾ വർദ്ധിക്കുന്നതിനും നിക്ഷേപകരിൽ ആശങ്കയുണ്ടാക്കുന്നതിനും കാരണമായി. എന്നാൽ സ്റ്റാർമർ ഉടൻ പടിയിറങ്ങാൻ സാധ്യതയില്ലെന്ന് ഉപപ്രധാനമന്ത്രി ഡേവിഡ് ലാമി വ്യക്തമാക്കിയിട്ടുണ്ട്. നേതൃത്വത്തിനെതിരെ ഔദ്യോഗികമായി വെല്ലുവിളി ഉയർത്താൻ ലേബർ പാർട്ടിയിലെ 20% MP-മാരുടെ, അതായത് 81 പേരുടെ പിന്തുണ ആവശ്യമാണ്. അത്തരമൊരു നീക്കം ഉണ്ടായാൽ അതിനെ ശക്തമായി നേരിടാനാണ് സ്റ്റാർമറുടെ തീരുമാനം. ലേബർ പാർട്ടിയിലെ അനിശ്ചിതത്വം സാധാരണക്കാർക്ക് 300 പൗണ്ടിന്റെ ബാധ്യതയുണ്ടാക്കുമെന്ന് റിപ്പോർട്ട്. ലേബർ പാർട്ടിയിലെ നേതൃത്വ പ്രതിസന്ധിയും അനിശ്ചിതത്വവും സാധാരണക്കാരായ ബ്രിട്ടീഷ് കുടുംബങ്ങൾക്ക് കനത്ത തിരിച്ചടിയാകുമെന്ന് കൺസർവേറ്റീവ് പാർട്ടിയുടെ മുന്നറിയിപ്പ്. ഷാഡോ ചാൻസലർ മെൽസ്ട്രൈഡ് ആണ് ഈ ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. പ്രധാനമന്ത്രി കിയർ സ്റ്റാർമർക്കെതിരെയുള്ള നീക്കങ്ങളും ആൻഡി ബെൻഹാം പ്രധാനമന്ത്രിയാകുമെന്ന വിപണിയിലെ ആശങ്കകളും ഇതിനകം തന്നെ ഗവൺമെന്റിന്റെ കടമെടുപ്പ് ചെലവുകൾ വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ടെലഗ്രാഫ് പുറത്തുവിട്ട റിപ്പോർട്ടുകൾ പ്രകാരം സർക്കാരിന്റെ സാമ്പത്തിക അസ്ഥിരത മോർഗേജ് നിരക്കുകൾ ഉയർത്തുന്നതിനും പണപ്പെരുപ്പത്തിനും കാരണമാകും. ഇതുവഴി UKയിലെ ഓരോ സാധാരണ കുടുംബത്തിനും വർഷത്തിൽ ഏകദേശം 300 പൗണ്ടിന്റെ അധിക ബാധ്യതയാണ് ഉണ്ടാകാൻ പോകുന്നതെന്ന് മെൽസ്ട്രൈഡ് വ്യക്തമാക്കി. പാർട്ടിക്കുള്ളിലെ അധികാര വടംവലി കാരണം രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ ലേബർ പാർട്ടി അപകടത്തിലാക്കുകയാണെന്നും സാധാരണക്കാരുടെ കീശ ചോർത്തുകയാണെന്നും കൺസർവേറ്റീവ് പാർട്ടി കുറ്റപ്പെടുത്തി. ഗൗതം അദാനിക്കെതിരായ ക്രിമിനൽ കേസുകൾ അവസാനിപ്പിച്ച് ട്രംപ് ഭരണകൂടം. ഇന്ത്യൻ ശതകോടീശ്വരൻ ഗൗതം അദാനിക്കെതിരായ ക്രിമിനൽ തട്ടിപ്പ് കേസുകൾ അവസാനിപ്പിക്കാൻ അമേരിക്കയിലെ ട്രംപ് ഭരണകൂടം തീരുമാനിച്ചു. അമേരിക്കയിൽ $10 ബില്യൺ നിക്ഷേപിക്കാനുള്ള അദാനിയുടെ വാഗ്ദാനത്തിന് പിന്നാലെയാണ് ഈ അപ്രതീക്ഷിത നീക്കം. കേസുകൾ നിലനിൽക്കുന്നതിനാൽ നിക്ഷേപം നടത്താൻ കഴിയില്ലെന്ന് അദാനിയുടെ അഭിഭാഷകൻ US സർക്കാരിനെ അറിയിച്ചതിന് പിന്നാലെയാണ് നടപടി. ജോ ബൈഡന്റെ കാലത്ത് കൊണ്ടുവന്ന കേസുകളാണ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ പിൻവലിക്കുന്നത്. ഇന്ത്യയിലെ സോളാർ പവർ പ്ലാന്റ്സ് നിർമ്മിക്കുന്നതിനായി ഉദ്യോഗസ്ഥർക്ക് $265 ദശലക്ഷം കൈക്കൂലി നൽകിയെന്നും ഈ വിവരം അമേരിക്കൻ നിക്ഷേപകരിൽ നിന്ന് മറച്ചുവെച്ചു എന്നുമായിരുന്നു അദാനിക്കെതിരെയുള്ള പ്രധാന ആരോപണം. ഇതിനു പുറമെ ഇറാൻ ഉപരോധം ലംഘിച്ചതുമായി ബന്ധപ്പെട്ട് മറ്റൊരു കേസ് $275 ദശലക്ഷം പിഴയടച്ച് ഒത്തുതീർപ്പാക്കാനും അദാനി എന്റർപ്രൈസസ് സമ്മതിച്ചിട്ടുണ്ട്. ഒമാൻ, ഇറാഖ് എന്നിവിടങ്ങളിൽ നിന്നാണ് വ്യാജേന ദുബായിലെ ഒരു വ്യാപാരിയിൽ നിന്ന് അദാനി എന്റർപ്രൈസസ് LPG വാങ്ങിയിരുന്നത്. യഥാർത്ഥത്തിൽ ഇറാനിൽ നിന്നായിരുന്നു എന്ന് US ട്രഷറി ഡിപ്പാർട്ട്മെന്റ് കണ്ടെത്തിയിരുന്നു. പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ നൽകിയ വാഗ്ദാനങ്ങൾ പാലിച്ച് കേരള മുഖ്യമന്ത്രി VD സതീശൻ ചരിത്രം എഴുതുന്നു. അധികാരത്തിലേറിയതിനു ശേഷമുള്ള ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ ജനകീയമായ നിരവധി തീരുമാനങ്ങളാണ് സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. തിരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലെ 5 ഇന്ദിരാ ഗ്യാരണ്ടിയിലെ ആദ്യ ഇനമായിരുന്ന സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്ര ജൂൺ 15 മുതൽ KSRTC ബസ്സുകളിൽ നടപ്പിലാക്കും. വാക്കാണ് പ്രധാനമെന്നും ഇത് വിശ്വാസ്യതയുടെ തെളിവാണെന്നും വാർത്താ സമ്മേളനത്തിൽ VD സതീശൻ വ്യക്തമാക്കി. അപ്പോൾ തെരഞ്ഞെടുപ്പ് കാലത്ത് UDF 5 ഗ്യാരണ്ടികൾ ജനങ്ങൾക്ക് നൽകിയിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ അതിലെ 2 ഗ്യാരണ്ടികൾ നടപ്പാക്കാൻ തീരുമാനിച്ചു. ഒന്ന് KSRTC ബസ്സുകളിലെ സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്ര അനുവദിക്കുന്ന സംബന്ധിച്ച് ജൂൺ 15-ാം തീയതി മുതൽ നടപ്പാക്കും. അതിൻ്റെ വിശദാംശങ്ങൾ പിന്നീട് പ്രഖ്യാപിക്കും. ജൂൺ 15 മുതൽ, അടുത്ത മാസം 15-ാം തീയതി മുതൽ KSRTC ബസ്സിലെ സ്ത്രീകളുടെ സൗജന്യ യാത്ര ആരംഭിക്കും. രണ്ടാമത്തെ കാര്യം, ഒരു വയോജനങ്ങൾക്കായുള്ള പ്രത്യേക വകുപ്പ്
രൂപീകരിക്കും എന്ന് ഇന്ദിരാ ഗ്യാരണ്ടിയിലുണ്ടായിരുന്നു. നിങ്ങൾ കേൾക്കുമ്പോൾ അത് തീരുമാനമെടുത്തിട്ടുണ്ട്. വയോജനങ്ങൾക്കായി പ്രത്യേക വകുപ്പ് രൂപീകരിക്കാൻ പോവുക. രാജ്യത്ത് ആദ്യമായി വയോജനങ്ങൾക്ക് വേണ്ടി പ്രത്യേക വകുപ്പ് രൂപീകരിക്കാനും മന്ത്രിസഭ തീരുമാനിച്ചിട്ടുണ്ട്. ജപ്പാൻ മാതൃകയിൽ പഠനം നടത്തി രൂപീകരിക്കുന്ന ഈ വകുപ്പ് 2 മാസത്തിനകം നടപ്പാകും. വയോജനങ്ങൾക്ക് എങ്ങനെ കരുതൽ നൽകുന്നു എന്നത് നോക്കിയാണ് ഒരു സമൂഹം പരിഷ്കൃതമാണോ എന്ന് വിലയിരുത്തപ്പെടുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഇതിനു പുറമെ ആരോഗ്യ മേഖലയിലെ ആശാ വർക്കർമാർക്ക് 3000 രൂപയുടെ വേതന വർധനവ് അടുത്ത മാസം മുതൽ ലഭിക്കും. ഇതോടെ ഇവരുടെ ഓണേറിയം 12,000 രൂപയായി ഉയരും. അംഗനവാടി ജീവനക്കാർ, ഉച്ചഭക്ഷണ പാചക തൊഴിലാളികൾ, പ്രീ പ്രൈമറി അധ്യാപകർ, ആയമാർ എന്നിവർക്കും 1000 രൂപ വീതം വേതന വർധനവ് നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ഡിസംബറിൽ ആലപ്പുഴയിൽ നവകേരള സദസ്സിന്റെ ബസിന് നേരെ കരിങ്കൊടി കാണിച്ച യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകരെ മുൻ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ മർദ്ദിച്ച കേസിൽ പുതിയ SIT അന്വേഷണം സർക്കാർ പ്രഖ്യാപിച്ചു. സംസ്ഥാനത്തിന്റെ നിലവിലെ സാമ്പത്തിക സ്ഥിതി ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ഉദ്യോഗസ്ഥരും സാമ്പത്തിക വിദഗ്ധരും അടങ്ങിയ സംഘത്തെ നിയോഗിച്ച് ധവളപത്രം പുറത്തിറക്കാനും തീരുമാനമായിട്ടുണ്ട്. MLA-മാരുടെ സത്യപ്രതിജ്ഞയ്ക്കായി നിയമസഭയുടെ പ്രത്യേക സമ്മേളനം ഈ മാസം 21-ന് ചേരും. മുൻ മന്ത്രി G. സുധാകരനാകും പ്രോടൈം സ്പീക്കർ. ഈ ബുള്ളറ്റിൻ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഐഡിയലിസ്റ്റിക് മോർഗേജ് ആൻഡ് ഫിനാൻഷ്യൽ സർവീസസ് ലിമിറ്റഡ് ആണ്. UK-യിലെ നിങ്ങളുടെ ഇൻഷുറൻസ് മോർഗേജ് സേവനങ്ങൾ സംബന്ധിച്ച സൗജന്യ ഉപദേശത്തിനായി ദയവായി അവരെ ബന്ധപ്പെടുക. ബില്ലാത്തി വാർത്തകൾ ഗുഡ് മോർണിംഗ് UK വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. കൂടുതൽ UK വാർത്തകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ശുഭദിനം.